ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശ. ഇന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രപഞ്ചത്തിലേക്ക് എത്തിച്ചത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ പ്രാക്ടീസിൻ്റെ ശരിയല്ലാത്ത ഒരു രീതി കാരണമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കാതിരിക്കുന്നത്. ചിലപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ നടക്കും. ഇനിയും ഒരു ഡിവൈൻ ടൈം ഉണ്ട്. ആ ടൈം വരെ നമ്മൾ കാത്തിരിക്കണമായിരിക്കും. പക്ഷെ ഇവിടെയൊന്നും നമുക്ക് ക്ഷമയില്ല അല്ലെങ്കിൽ വിശ്വാസമില്ല എന്നൊരു തലം എത്തുമ്പോഴേക്കും മാനിഫെസ്റ്റേഷൻ നടക്കാതെ വരും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായിട്ടും പ്രാർത്ഥനകൾ എത്തിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ എത്തിച്ച പ്രാർത്ഥനകളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും ഒക്കെ മാനിഫെസ്റ്റേഷൻ നടക്കാതെ വരും. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രാർത്ഥനകൾ എത്തിച്ചിട്ട് അത് വിശ്വാസത്തോടു കൂടി കാത്തിരുന്ന് അത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പം തന്നെ ചെയ്തോളൂ. ഒപ്പം ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഈ ചാനലിൻ്റെ വിജയത്തിന് നിങ്ങൾ എല്ലാവരും നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനകളിലേക്ക് വരാം. ഇങ്ങനെ അതായത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം എന്ത് കാര്യം അതായത് ഏറ്റവും ലളിതമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അതുപോലെ ഈസി ആയിട്ട് എന്ത് കാര്യം നമുക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ടിൽ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ഇതെല്ലാം വലിയ വലിയ കാര്യങ്ങളായിട്ടും വലിയ പ്രാക്ടീസുകളായിട്ടും എടുക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് സാധിക്കുമോ, ഇങ്ങനെയൊക്കെ ഡൗട്ട് സംശയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ചിന്തിക്കുക, പ്രപഞ്ചത്തിലേക്ക് എനിക്കൊരു ആഗ്രഹം കൊടുത്തിട്ട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, പ്രപഞ്ചം എന്നോട് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുക, നിനക്ക് എന്താ വേണ്ടേ എന്നൊരു ചോദ്യം പ്രപഞ്ചം എപ്പോഴും എന്നോട്, ഞാൻ കേൾക്കുന്നത് ആരാണോ നിങ്ങളോട് ചോദിക്കുകയാണ്. നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുന്നതിലാണ് നമ്മുടെ വിജയം നിൽക്കുന്നത്. ഓക്കെ, പ്രപഞ്ചത്തിന് ഭാഷയേക്കാൾ ഏറെ പ്രാധാന്യം നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരങ്ങളാണ്, ഇമോഷൻസ് ആണ്. അതിലൂടെയാണ് ശരിക്ക് നമുക്ക് മാനിഫെസ്റ്റേഷനിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും മനസ്സിലാക്കുക, പ്രപഞ്ചം എപ്പോഴും എന്നോട് ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പ്രപഞ്ചം എന്നോട് ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിലവിലെ ആ വഴക്കും ബഹളങ്ങളുമാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പോകുന്ന ആ ഇമോഷൻ എന്താണ്? ഇപ്പോൾ ഒരു റിലേഷനെ ചൊല്ലി വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ ഇമോഷൻ. അപ്പോൾ പ്രപഞ്ചം വിചാരിക്കും ഇതാണ് നമുക്ക് വേണ്ടതെന്ന് കരുതി അതേ സാഹചര്യത്തെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിപ്പിക്കും. ഇതാണ് പ്രപഞ്ചത്തിൻ്റെ തത്വമെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇത് ഇത് തത്വമോ ഒന്നുമല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, നമ്മൾ ഒരു ആഗ്രഹത്തെ ചൊല്ലി നമ്മുടെ ബോഡിയിൽ നിന്നും മൈൻഡിൽ നിന്നും പോകുന്ന ഇമോഷൻ എന്താണോ അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെ നമുക്ക് പ്രപഞ്ചം നൽകുള്ളൂ. ഓക്കെ, ഇപ്പം നിങ്ങൾ മണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോഴും പ്രപഞ്ചം ചോദിക്കുകയാണ് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് എന്താണ്? കുറച്ച് മുമ്പ് വരെ പണം കൊണ്ട് അനുഭവിച്ച നെഗറ്റീവ് സാഹചര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചും ഉത്കണ്ഠപ്പെട്ടും അല്ലെങ്കിൽ പരാതി പറഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത്. അപ്പം നാളെയും അത് തന്നെ വരാനുള്ള സാഹചര്യങ്ങളെ നൽകി പ്രപഞ്ചം അനുഗ്രഹിക്കും. ഇങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അതൊരു അനുഗ്രഹമല്ല, എന്നാലും ഞാൻ പറയുന്നത്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും പ്രപഞ്ചത്തിലേക്ക് ഇമോഷണലി എത്തിക്കുകയാണെങ്കിൽ അതുപോലെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മാനിഫെസ്റ്റേഷൻ എപ്പോൾ നടക്കും എന്നുള്ളതിന് മാത്രം വാശി പിടിക്കരുത്. അവിടെ നമുക്ക് വിശ്വാസവും ക്ഷമയും അത്യാവശ്യം വേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചം നമ്മളോട് ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടേ എന്ന് ചോദിക്കും. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്തെങ്കിലും ഉള്ളൊരവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, പ്രപഞ്ചം എന്നോട് ചോദിക്കുന്നു എന്താ വേണ്ടേ. അപ്പം നിങ്ങളുടെ ആ ഫാമിലി ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിമിഷം ഉണ്ടാവുമല്ലോ, വളരെ സ്നേഹമായിട്ട് സംസാരിക്കുന്ന, നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോകുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, സന്തോഷമായിട്ട് പരസ്പരം തമാശകളൊക്കെ പറയുന്നു, ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാ കാര്യങ്ങളും പാർട്ട്ണർ ചെയ്യുന്നു, നിങ്ങളെ കേൾക്കുന്നു, നിങ്ങളോട് ക്ഷമിക്കുന്നു, നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തായി മാറുന്നു നിങ്ങളുടെ പാർട്ട്ണർ. അതാണ് നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ നിലവിൽ അങ്ങനെയല്ലാത്തത് കൊണ്ട് മാത്രം
നിങ്ങൾ ഈ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അവിടെയാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഭാഗത്തെ ഏറ്റവും ക്ലിയർ എന്ന് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ പ്രപഞ്ചം ചോദിക്കുമ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ കൊടുക്കുക. എന്താണ്? എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണർ, അത് അവരുടെ മുഖം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുക. ആ കണ്ണുകളിൽ വളരെ സ്നേഹമുണ്ട്, വാക്കുകളിൽ വളരെ സൗമ്യതയുണ്ട്. അതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ക്ഷമയോടെ കേട്ടതിന് ശേഷം അതിന് എന്താണ് മറുപടി പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും സ്നേഹം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു. ഈ ഒരു നിമിഷത്തെ ഒരു കുറച്ച് നേരം, ഒരു 1-2 മിനിറ്റെങ്കിലും നിങ്ങളതൊരു വിഷ്വലൈസേഷനായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആ പ്രപഞ്ചം സങ്കല്പിക്കുക, പ്രപഞ്ചം എന്നോട് ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആ ചിന്തയെ വിഷ്വലൈസേഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക, ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പം നിലവിൽ നടക്കുന്ന സാഹചര്യത്തെ നിങ്ങളുടെ മനസ്സിൽ അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ക്യാൻസൽ എന്ന സ്വിച്ച് ബോർഡ് 2-3 തവണ പറയുക. ക്യാൻസൽ 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? എൻ്റെ കുടുംബജീവിതം ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞതായി മാറിയതിന് നന്ദി. ഈ വിഷ്വലൈസേഷനിൽ കൊടുത്ത കാര്യങ്ങളെ അഫർമേഷനാക്കി മാറ്റുക. ഒരു 2-3 സെൻറ്റൻസ് ആക്കി മാറ്റുക. എന്നിട്ടിത് ആവർത്തിച്ച് പറയുക. ഓക്കെ, എന്നിട്ടിത് ആവർത്തിച്ച് എഴുതുക. ഒരു ആഗ്രഹം നേടിയെടുക്കാനാണ്, ടൈം ആൻഡ് എഫേർട്ട് കൊടുക്കുമ്പോഴാണ് ശരിക്കും അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം അത്രയും ആഴത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ ടൈം എടുക്കണം. എന്നിട്ട് ഇതുപോലെ ആവർത്തിച്ച് പറയാൻ സമയം കണ്ടെത്തണം. ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അഫർമേഷൻ പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതേ അഫർമേഷനെ നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും റിസൾട്ട് ഫാസ്റ്റ് ആകുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ എഴുതുകയും വേണം. ഓരോ അഫർമേഷനും ഏറ്റവും കുറഞ്ഞത് 11 ടൈംസ് എങ്കിലും, 11 തവണയെങ്കിലും എഴുതുക. എന്നിട്ട് അതിനൊരു സ്വിച്ച് വേർഡും നിങ്ങൾ സെലക്ട് ചെയ്ത് വയ്ക്കുക. റിലേഷൻഷിപ്പിനാണെങ്കിൽ ഞാൻ തന്നെ ഒരുപാട് സ്വിച്ച് വേർഡ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് എഴുതിയിട്ടുണ്ട്. മൊത്തം ഫാമിലി റിലേഷൻഷിപ്പിന് എല്ലാ ബന്ധങ്ങളും ഏറ്റവും മനോഹരമാക്കാനൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്വിച്ച് വേർഡുകളും കൂടെ, സ്വിച്ച് വേർഡാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 28 ടൈംസ് എഴുതുക. ശരിക്കും ഈ ഒരു പ്രാക്ടീസ് 21 ഡേയ്സ് എങ്കിലും നിങ്ങൾക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ആ 21 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ വിട്ടേക്കൂ. ശരിക്കും അത് നടക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ പിന്നെ ആ പ്രാക്ടീസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ നോക്കുക, നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസേഷൻ മുടക്കരുത്. വിഷ്വലൈസേഷന് വേറെ ടൈം കൊടുക്കണ്ടല്ലോ. ജസ്റ്റ് നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂറിനുള്ളിലും ഈ ഒരു വിഷ്വലൈസേഷൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിച്ച കാര്യം നടന്നിരിക്കും. ആ ഒരു ഡിവൈൻ ടൈം മാത്രം നമ്മൾ വാശി പിടിക്കരുത്. ഏറ്റവും മനോഹരമായ അവസ്ഥയിൽ നിങ്ങളുടെ കൈക്കുമ്പിളിൽ കൊണ്ടുതരും പ്രപഞ്ചം നിങ്ങൾ ചോദിച്ച ആഗ്രഹം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വികാരങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തെ മനസ്സുകൊണ്ട് അനുഭവിച്ചിട്ടാണ് നമ്മൾ ആഗ്രഹം പ്രപഞ്ചത്തിൽ സമർപ്പിക്കേണ്ടത്. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസൊക്കെ എടുത്തിട്ട് ആവർത്തിച്ച് എഴുതും. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് വേണ്ടാത്തൊരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ടായിരിക്കും നമ്മൾ എഴുതുന്നത്. അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അപ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് എന്താണോ മാറി വരേണ്ട സാഹചര്യം അതിനെ ചിന്തിച്ച് ആ ഫ്രീക്വൻസിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുക. അതുപോലെ തന്നെ മണിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബാധ്യതകളും വേദനകളും അപമാനങ്ങളും ഒക്കെ ഉള്ള സാഹചര്യത്തിലൂടെ ആയിരിക്കും പോകുന്നത്. സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ ചെയ്യരുത്. ആഗ്രഹത്തിൽ നല്ലോണം മുറുകെ പിടിക്കുക. എന്നിട്ട് സമ്പന്നത വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റം വരും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വീട് വാങ്ങണമെന്നോ, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹമായിട്ട് പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടായിരിക്കും. പണം വരുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കണം, വാങ്ങണം, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം കാണും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം വിഷ്വലൈസേഷൻ ചെയ്താലും മതി. അപ്പോൾ അത് സമ്പന്നതയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൊടുക്കും.
കൊടുക്കുക. കൃത്യമായിട്ട് പറഞ്ഞാൽ തെളിവോട് ഇമോഷൻ അതായത് ഫീലിംഗ് കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ സമ്പന്നനാകുമ്പോഴേക്കും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാ മാസവും ഒരു തുക കൊടുക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എന്താണ്? അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ആ പൈസ സന്തോഷമായിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അവരുടെ അനുഗ്രഹവും സ്നേഹവും പ്രാർത്ഥനയും ഒക്കെ നമ്മൾ ഈ ചെവി കൊണ്ട് കേൾക്കുന്നു. അത് അനുഭവിക്കുന്ന ആ ഒരു കണ്ണിൽ നമുക്ക് ആ ചിന്തിക്കുമ്പോൾ തന്നെ കണ്ണിൽ ആനന്ദം കൊണ്ട് കണ്ണ് നിറയും. അതുപോലെ നമുക്ക് വല്ലാത്തൊരു അഭിമാനം തോന്നും ആ സമയത്ത്. അങ്ങനെ ഇമോഷണലി നമുക്കത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് പ്രപഞ്ചത്തിലെത്തുന്ന പ്രാർത്ഥന തന്നെയാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും അത് നടക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. ഭാഷയേക്കാളേറെ ആഗ്രഹം എന്താണോ അത് ചിന്തിച്ച് ഫീൽ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം പ്രാർത്ഥനയായിട്ട് മാറുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ. കൃത്യമായിട്ട് പ്രാക്ടീസുകളും ചെയ്യുക. കർമ്മം, ആ ആഗ്രഹത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരുന്നു അതെല്ലാം സന്തോഷത്തോടു കൂടി ചെയ്യുക. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കും. ജോബാണെങ്കിൽ ജോബ് കിട്ടിക്കഴിയണം നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കണം. അതാണ് പ്രാർത്ഥന അവിടുത്തെ. ഓക്കെ, കുഞ്ഞുങ്ങളുടെ നല്ല വിജയമാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിജയം നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അനുഭവിച്ച് അഭിമാനിക്കണം. ഇത്തരത്തിൽ നമ്മളുടെ പ്രാർത്ഥനകൾ എത്തിച്ചു നോക്കൂ. പ്രപഞ്ചം തീർച്ചയായിട്ടും കേൾക്കും. ക്ഷമയും വിശ്വാസവും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുമില്ല. സന്തോഷമായിട്ട് ഓരോ നിമിഷവും ആസ്വദിക്കുക. ഗ്രാറ്റിറ്റ്യൂഡുള്ളൊരു മനസ്സിനുടമയായിട്ട് മാറുക. എന്നും മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിലും നന്മ കണ്ടെത്താൻ ശ്രമിക്കുക. തെറ്റും ശരിയും നമുക്കറിയാം. ചില സമയത്ത് നമുക്ക് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. പക്ഷെ എന്നാലും എന്താണ് വളരെ നമ്മുടെ മനസ്സിന് ദേഷ്യം ഉണ്ടാക്കുന്ന രീതിയിൽ എപ്പോഴും ദേഷ്യവും നെഗറ്റീവ് വികാരങ്ങൾ നിലനിൽക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. നമ്മുടെ സന്തോഷവും സമാധാനവും ശ്രദ്ധിക്കുക. അതിലൂടെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.